അപ്പൊ സുഹൃത്തുക്കളെ, നമ്മള് കല്യാണം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചെത്തി. ബാസിലിന്റെ വീട്ടിലാണ്. നമ്മൾ എന്ത് ചെയ്തു, ഇന്നൊരു ടെറഫ് പ്ലാൻ ഇട്ടു. എല്ലാവരും ഇവിടെ സ്റ്റേ ഉണ്ട്. ഇവിടെ എല്ലാവരും ഉണ്ട് കേട്ടോ. നമ്മളെ ഗ്യാങ്ങിൽ ഒരു 10-25 ആൾ ഇവിടെ ഇപ്പൊ വീട്ടിൽ കറന്റ് ഉണ്ട്. കൊട്ടക്കീര് ഇന്ന് ഗെയിമളിയാണ്. അപ്പം അവിടെ മേലെ ആരെ കിടന്നുറങ്ങണേ പോരില്ലേ? പോരില്ലേ? ഇതെന്താ ഇതൊക്കെ ഷെഡിന്ന് മാറിയിട്ടില്ല കേട്ടാ. അല്ലാത്തൊക്കെ എടുത്തോ. ഇവിടെ കുറച്ച് ഗെയിമേഴ്സ് ഉണ്ട്. ഗെയിമേഴ്സ് എല്ലാം ഗെയിം കളിച്ചിരിക്കുന്നുണ്ട്. ഷബിൽക്ക കളിക്കാല്ലേ? വരുന്നില്ലേ? വരുന്നുണ്ട്. അതൊക്കെ ഫ്രെയിം മാറും. അപ്പോൾ ഇതാ SBK സാറുണ്ട്, ഉബൈദ്ക്കുണ്ട്. മെയിൻ പ്ലെയർ ചെന്നൈ സൂപ്പർ കിങ്സ് താരം ഷാനുണ്ട്, ഈച്ചുണ്ട്. ചെന്നൈ പ്ലെയർ. ആയി മണാലിക്കയുണ്ട്. മണാലിക്ക ഇന്നത്തെ കല്യാണത്തിലെ ഏറ്റവും ആത്മീയത നിറഞ്ഞൊരു മുഖത്തോടെ വന്നിട്ടാ. മൂലയന്മാർക്കെല്ലാം കണ്ടപ്പോ തന്നെ ഇഷ്ടപ്പെട്ട് സ്വീറ്റ് ഇറങ്ങും. മൂലര് സ്വീറ്റ് ബേബി പൂക്കി മൈ പൂക്കി പറഞ്ഞോ. പൂക്കിണ്ട് കേട്ടോ. ഓ ബ്രോ ബോഡി കൊടുക്കുന്നുണ്ടോ ബ്രോ? പണ്ട് JDT 2 കുത്തുപോയ ആളാണ്. ഇപ്പൊ എന്താ അറിയോ, പെണ്ണുങ്ങൾ അസീല ഫോട്ടോ എടുത്തെടുക്കുക. അതാണ് പണി. പണ്ട് JDT കുത്തുമ്പോയിന് ആളാണ് SBK. പിന്നീട് കരിയർ മാറി ദുൽഖറിന്റെ ഫോട്ടോഗ്രാഫറായി മാറി. വലിയൊരു മാറ്റമാണ് SBKയുടെ ജീവിതത്തിൽ സംഭവിച്ചത്. ഓനും പാട് അറിഞ്ഞിട്ടില്ല. പക്ഷെ പോലെ വെരി വേം വെരി ഷിപ്പിലൊക്കെ പോകണ്ടോ? വെരി വെച്ചുവാ. ഇന്ന് കിടിലനാവട്ടെ. ഇന്ന് സീനാവും മിക്കവാറും. ഇന്ന് ടർഫിൽ സീനാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവരും ഒരുങ്ങിക്കെട്ടി തന്നെയാണ് ഇറങ്ങിയിരിക്കുന്നത്. മാക്സിമം എൻജോയ്മെന്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ടർഫിൽ പോകുന്നത്. അപ്പൊ നമുക്ക് ടർഫിൽ വെച്ചിട്ട് കാണാം ഗൈസ്. RCB. അപ്പം ഒരുപാട് ആൾക്കാരുടെ ഡൗട്ടാണ് ഇത്രയും ആൾക്കാരെ മെച്ചി എങ്ങനെ മാനേജ് ചെയ്യുന്നുള്ളത്. നമ്മളൊക്കെ മര്യാദ ഉള്ള ആൾക്കാരാണ് എല്ലാവരും ഇവിടെ വരുന്നുണ്ട്. SBK പോലെ കുടിച്ച ചായ, പോലെ ഉണ്ടാക്കി കുടിച്ച ചായ പോലെ തന്നെ ഗ്ലാസും സാധനങ്ങളൊക്കെ അടുക്കളയിൽ കൊണ്ടുവെക്കുന്ന മനോഹരമായ കാഴ്ച. കുലപുരുഷന്മാരാണ് രണ്ടാൾ SBKയും ഇവരും പോയത്. പിന്നെ കുറച്ച് നായിക്കുന്നതിന് ഉപകാരമില്ലാത്ത കുറച്ച് ആൾക്കാർ ഇവിടെ വേറെ. ആ ഇതാ പ്രേതത്തിന്റെ ഷർട്ട്. ഓരോരുത്തരായി താരങ്ങൾ ഓരോരുത്തരായി വരുന്നുണ്ട്. വരൂ നിഹാൽ, റെഡി അല്ലേ? വേറങ്ങി പോട്ടെ. തട്ടിട്ടില്ലേ? ഷബിൽക്ക വരി വരുന്നില്ലേ? ഫെബ്രുവരി 22 ഫെബ്രുവരി 32 ഷബിൽഖാന്റെ മാരേജ്. അസ്ലം ഖാന്റെ ഒരു കല്യാണത്തിന് 50 വെടി എന്റെ വക. അസ്ലം ഖാന്റെ ഒരു കല്യാണം പ്രതീക്ഷിക്കാമോ? ഇല്ല. കാരണം നമുക്ക് അന്ന് യൂട്യൂബ് ഒന്നും ഇല്ലായിരുന്നു. അപ്പൊ യൂട്യൂബിൽ ഇടാൻ വേണ്ടി ഒരു കല്യാണം എന്ത് കല്യാണം നടത്താതെ. അപ്പൊ എല്ലാരും അസ്ലം ഖാനെ കല്യാണം കഴിക്കാൻ വേണ്ടിട്ട് അസ്ലം ഖാൻ അത് പറയണം. എല്ലാരും വീണ്ടും ഒരു കല്യാണം നടത്താൻ, ഞങ്ങൾക്ക് വേണ്ടി ഒരു പാർട്ടി നടത്താൻ കമന്റ്സിൽ റിക്വസ്റ്റ് ചെയ്യാം. വീട് കണ്ണൂരാണ്, അസ്ലമിന്റെ വീട് കണ്ണൂരാണ്. നിക്കാഹ് നടന്നത് കോഴിക്കോട്. അത് 2 ഗ്രാമം ഓല കിട്ടുന്ന കുറച്ച് 10 ആൾക്കാർ വന്ന് പരിപാടി നടത്തി. പിന്നെ അസ്ലമക്ക് എന്താ അന്ന് തക്കാരൊക്കെ ഉണ്ടായപ്പോ ഫുള്ള് കോഴിക്കോട് സ്റ്റേ ആണല്ലോ. ഒരുമിച്ച് സ്റ്റേ തുടങ്ങി. പിന്നെ ഒരു 10 മാസത്തെ ഒരു കുട്ടിയായി. ഒരു വർഷം കഴിഞ്ഞിട്ടാണ്. അപ്പൊ എന്തായാലും അസ്ലം ഖാന്റെ റിസപ്ഷൻ നമ്മൾ കാത്തിരിക്കുന്നുണ്ട്. താങ്കൾ ടർഫിലേക്കില്ലേ?
ഓ ഉണ്ടല്ലോ. ഓക്കെ അപ്പൊ അതല്ല ഓന്റെ എന്നാ കല്യാണം എന്ന് പറഞ്ഞാൽ അഫി എന്താ ഒരു കൊല്ലം കഴിഞ്ഞിട്ടാണ് ഒരു ലൈസൻസും വേണ്ടേ? അതിന് പരീക്ഷയില പറഞ്ഞ കൊല്ല പരീക്ഷ എന്നാണോ കേട്ടെ തന്നെ അടുത്ത കൊല്ലം ഇല്ല പ്ലസ് ടു താഴ്ന്ന കല്യാണം തുടങ്ങി പോലെ. അപ്പൊ ഞങ്ങൾ എല്ലാവരും ടെറഫിലേക്ക് പോവുകയാണ്. ടെറഫിലെത്തിയിട്ട് കാണാം ഗൈസ്. കാട്ടുകുറുക്കന്റെ കല്യാണം കളി. ഓ ഇത് ആരമുത്തേ, ഇതെന്താ വെസ്റ്റ് ഇൻഡീസ് താരാ. ഇന്നെങ്കിലും ഞാൻ തോൽപ്പിച്ചു. കഴിഞ്ഞ 2 കളിക്ക് അടിച്ചിട്ട് ജയിച്ചിക്കണം. ഇന്ന് തന്നെ തോൽപ്പിച്ചു. അടിച്ചു പൊളിച്ചു. ആയിക്കോട്ടെ ടീമേ. എടാ ഇപ്പൊ പോണം. ഹോസ്റ്റൽ വരെയൊക്കെ ഉണ്ടാവും. ഒരു വണ്ടി, രണ്ടാമതൊരു വണ്ടി, മൂന്നാമതൊരു വണ്ടി, നാലാമതൊരു വണ്ടി, അഞ്ചാമതൊരു വണ്ടി, ആറാമതൊരു വണ്ടി, ഏഴാമതൊരു വണ്ടി. അതിന്റെ ബാക്കിൽ വേറെ ഉണ്ട് കേട്ടോ വണ്ടികള്. അപ്പം വീട് നിറയെ ആൾക്കാരുണ്ട്. പോവല്ലേ? വരൂ. എല്ലാവരും റെഡി ആയിട്ടാ. അജ്വദ്, ജസീം, മലയാളി. ജസീമേ, എന്റെ ഫേവറേറ്റ് ക്രിക്കറ്റ് പ്ലെയർ ആരാ? സച്ചിൻ ടെണ്ടുൽക്കർ, വിരാട് കോഹ്ലി. ഇപ്പൊ കളിക്കണേല് കുറെ ആൾക്കാരുണ്ട്. ആരൊക്കെ? സഞ്ജു സാംസൺ. ഷെബിൽക്കാക്ക് ഇപ്പൊ കളിക്കണേല് ഏറ്റവും ഇഷ്ടപ്പെട്ട അങ്ങനെ ഇപ്പൊ നല്ലൊരു പ്ലെയർ ഇല്ലല്ലേ സച്ചിൻ പോയതിന്റെ ശേഷം. സച്ചിന്റെ ആൾക്കാരാണ് ഷെബിൽക്കൊക്കെ. സൽമാനെ ഇപ്പൊ ഏറ്റവും ഇഷ്ടപ്പെട്ട രാജസ്ഥാൻ റോയൽസിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്ലെയർ? നമ്മളെ സഞ്ജു. ഈ ബാംഗ്ലൂരിത്തെ ഒരു ഏറ്റവും ഇഷ്ടപ്പെട്ട? സവാദാണല്ലോ സവാദ്. ഏറ്റവും ഇഷ്ടപ്പെട്ട ക്രിക്കറ്റർ ആരാ? സവാദ്, സെവാഗവും, ജവാദ, സെവാഗാണോ? വിരാട് കോഹ്ലി. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിലെ ഏറ്റവും ഇഷ്ടമുള്ള കൊൽക്കത്തയിലെ ഏറ്റവും എനിക്കറിയില്ല. എന്ന് ഫസ്റ്റ് സെഞ്ചുറി അടിക്കാൻ പോണേ ഞാനാണ്. അതിന് 3 ഓവർ കളി. ബാക്കുന്ന ഒരാളെടുക്കി. ഓ ഷെബിൽഖാന്റെ കോസ്റ്റ്യൂമാണ് ഇന്നത്തെ ഏറ്റവും കിടിലൻ കോസ്റ്റ്യൂം ഉണ്ടാ. ഒരു ക്രിക്കറ്റ് പ്ലെയർ ആഗ്രഹിക്കും തരത്തിലുള്ള കോസ്റ്റ്യൂം, കിടിലൻ കോസ്റ്റ്യൂം. ജിംഗിൾ ബെൽ ഓ ജിംഗിൾ ബെൽ ഓ ജിംഗിൾ ബെൽ ജിംഗിൾ ജിംഗിൾ ബെൽ. ക്രിക്കറ്റ് കളിയല്ല, കണ്ടൽ ലീഗാണ്. കണ്ടൽ ലീഗ് എറിഞ്ഞിടും അവിടെ, എറിഞ്ഞിടും അല്ലേ? റെഡി അല്ലേ? ഇതാണ് ഒറിജിനൽ പ്ലെയർ, ഒറിജിനൽ കണ്ടം പ്ലെയർ. ഓ സീൻ അടിച്ചില്ലടാ. വരി. ആ ഓണാക്കി ഇങ്ങനെ പോവാ. സാധനങ്ങൾ ഉണ്ടല്ലോ, സോയിൽ കണ്ടയിലൊക്കെ ഉണ്ടല്ലോ. എന്നാ വണ്ടീന്ന് കൊടുക്ക്. എന്നെ കൊടുക്കോ? എറ്റിയോസ് ഇവിടെ സൈഡാക്കിട്ടളാ. എറ്റിയോസ് ഒതുക്കിട്ടുള്ള ചോദിച്ചോ? പോവല്ലേ? ആ എടാ എവിടെയെങ്കിലും അടിച്ചു പോകുമോ? അതില് പോകാണ്ട് എവിടെയെങ്കിലും അടിച്ചു പോകുമോ? അപ്പോൾ ആക്ച്വലി നമ്മളെല്ലാവരും ടെറഫിലേക്ക് പോകാൻ ഒരുങ്ങി നിൽക്കുകയാണ്. നമ്മളടുത്തുള്ള റെയിൽവേയിലുള്ള ടെറഫിലേക്ക് തന്നെയാണ് നമ്മളെല്ലാവരും പോണത്. 1-2 വണ്ടി സൈഡാക്കിയിട്ടുണ്ട്. എന്നാൽ നമ്മളെ കയ്യിലുള്ള എല്ലാ വണ്ടികളും എടുത്തിട്ടുണ്ട്. അപ്പം ക്രിക്കറ്റാണ് നമ്മളിന്ന് പോകുന്നത്, ക്രിക്കറ്റിനാണ് കളിക്കാൻ പോകുന്നത്. എന്തായാലും നമുക്ക് ചെന്ന് നോക്കിയിട്ട് കാണാം. അപ്പോൾ നമുക്കിവിടെ ഒരു 3 ആളെ കിട്ടിയിട്ടുണ്ടാ. എന്നെ പരിചയം ഉണ്ടാ? എങ്ങനെ? യൂട്യൂബിലാ? യൂട്യൂബിൽ എന്തായിട്ടാണ് കണ്ടത്? ഫുഡ് ഉണ്ടാക്കണ ആളല്ലേ? പാട്ടാടണ. ഇജ്ജ് എന്തായിട്ടാ കണ്ടിക്കണേ? പാട്ടാടണ ആളായിട്ട് ആദ്യമായിട്ട് കാണുക? കൊറേ കണ്ടിക്കണോ? എവിടുന്ന്? ഫോണില് നേരിട്ട് ആദ്യമായിട്ട് കാണണോ? നേരിട്ട് ആദ്യമായിട്ടാണ്. പേരെന്താണ്?
വഹീസൻ. എൻ്റെ പേരെന്താണ്? റയാൻ പി. എൻ്റെതോ? മുഹമ്മദ് അശ്വിൻ. മുഹമ്മദ് അശ്വിൻ. അശ്വിനാ? മുഹമ്മദ് അശ്വിൻ ഒരു എന്നാ കുഴപ്പമില്ല. ട്രെൻഡിങ് നെയിമാണെന്ന് തോന്നുന്നു, മുഹമ്മദ് അശ്വിൻ. അപ്പം എന്തായാലും കണ്ടതിൽ സന്തോഷം. ഞങ്ങൾ ടർഫിൽ ഇവിടെ ഇന്ന് ക്രിക്കറ്റ് കളി കാണാൻ വരില്ല ഞങ്ങൾ ഇവിടെ ഉണ്ടാവില്ലേ? ഫുൾ സപ്പോർട്ട്. യെസ് സോറി. ചെയ്യാൻ മതി. പിന്നെ ബെൽ ഐക്കൺ കമന്റ് എല്ലാം ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഏതോ കാട്ടുള്ളി ടീം വരുന്നുണ്ട് ആ ഭാഗത്തുനിന്ന്. ഇത് കറക്റ്റ് കാട്ടുള്ളി ടീം കേട്ടോ. കാട്ടുള്ളി ടീമിൻ്റെ അടുത്ത് എന്തൊക്കെയോ സാധനങ്ങളുണ്ട്. എടാ പാഞ്ഞോളാ, പിരാന്തമാരാണ് എല്ലാവരും. ഇമ്മേ പടച്ചോനെ. എടാ സെൽമന്നായി, ഇതെന്താണ്? എടാ 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 പോയിടാ അവിടുന്ന്. എടാ പോയിടാ സൽമാനെ, ആ മരത്തുമതിന് കൊളത്തിന് പൊട്ടിച്ചോളാ. സോറ്റല്ലേ? ഹാപ്പി അല്ലേ? ഹാപ്പിയാണോ? മുമ്പ് ഇത്ര നീളമുള്ള പടക്കം കണ്ടിക്കണോ? മൂപ്പരാണ് പടക്കം ബഷീർ. എന്താണ് പേര്? പടക്കം ബഷീർ. ചെറിയ പടക്കങ്ങളും വലിയ പടക്കങ്ങളും മൊത്തമായും ചില്ലറയായും വീട്ടിൽ വന്ന് പൊട്ടിച്ചു കൊടുക്കുന്നു. പടക്കം ബഷീർ. പടക്കം ബഷീറിന്റെ കയ്യിലെ പടക്കം നോക്കട്ടെ. കളക്ഷൻ, പടക്കം കളക്ഷൻ, ടുഡേസ് കളക്ഷൻ, പടക്കം ബഷീർ. നമ്മള് എങ്ങനെയാ വിളിക്കുക? ഫസ്റ്റ് ഓർഡർ ഇവൻ ഓർഡർ ഇവൻ അതാ തുടങ്ങട്ടോ. ഓർഡർ ഇവൻ ഈവൻ ഞാൻ ഇട്ടില്ലല്ലോ. ഓട്. അപ്പൊ എനിക്കാണ് വിളി. ഫസ്റ്റ് ഞാൻ വിളിക്കും. SBK വിളി. ഞാൻ വിളി. സൈക്കോ. അനാന്. ഞാനല്ല വിളിക്കണ്ടേ? ഷാനു. ഞാനെ വിളിക്കണ്ടേ? ഞാൻ പറഞ്ഞു മൊട്ടാരാ? ആ മൊട്ട. ഓക്കെ. ഷെബില്. ഹർഷി. ജിംഷാദ് വിളിച്ചു. സോറി ട്ടോ. കേറി അത് നമുക്കൊരു പണിയാവുന്നാണ് വിചാരിക്കുന്നത് നമ്മള്. ബോള് കിട്ടി. മതി, സെറ്റ്. അപ്പൊ ഈ ടീമിലാരൊക്കെ? ജിംഷ, നബീല്, ഇന്റർനാഷണൽ പ്ലെയർ KP കാണിക്കാൻ വന്നു. ബ്ലൂ സ്റ്റാർ എറിഞ്ഞിങ്ങാണ്ട് ടീമിൽ കാണിക്കാൻ വേണ്ടിട്ട് വന്നാട്ടോ. എടാ മാങ്ങച്ചാർ കിട്ടിയപ്പോ ഈ ടീമിക്ക് വന്നാ ചെക്ക് എന്ത് പ്ലെയറാ? അപ്പുറത്ത് മുന്നത്തെ എക്സ്ചേഞ്ച് അടിക്കാണ് പുള്ളിച്ചാറ്. 3 പേരല്ലേ? അങ്ങനെ നമ്മള് അജ്മത്തിനെ വിളിക്കാം. ഒരു സ്റ്റാർട്ടിങ് മാത്രം, ചെറിയ സ്റ്റാർട്ടിങ് മാത്രമാണ്. ഏറ്റവും ലേലത്തിലെ ഏറ്റവും ലാസ്റ്റ് വിറ്റുപോയ പ്ലെയർ സൽമാൻ. ടീം എല്ലാരും ആയോ?
എടാ ഈ ടീം കണ്ടിക്ക് നമ്മൾ ടീം കണ്ടിക്ക് ഞാൻ വിളിക്കട്ടോ അന്റെ ടീം ഏതാ അങ്ങോട്ടേക്ക് നിങ്ങൾ പുളിയച്ചാറ് കാണുമ്പോ മാറുന്നത് ഇത് ഏത് ടീം അത് ഇവിടെ പുളിയച്ചാറ് കാട്ടി ടീം മാറുന്നുണ്ടാ വെല്ലക്കളയല്ലേ അസ്ലാം കാ അപ്പൊ നിങ്ങൾ ടീം കോൺഫിഡന്റ് ആണ് പിന്നെന്താ നിങ്ങൾ ഏത് പൊസിഷനാണ് കളിക്കല് ഞാൻ ബോളിംഗ് ബോളിംഗ് ഏതാണ് ബാറ്റിംഗ് ബാറ്റ്സ്മാൻ ആണോ ബോളർ ബാറ്റ്സ്മാൻ ബോളർ ഞാൻ ബോൾ ബോയ് ഏതാണ് ഞാൻ രണ്ടും ബാറ്റ്സ്മാൻ ഓൾറൗണ്ടർ ആഫ്സോ ഓൾറൗണ്ടർ ഇവിടെ ഏതാണ് പ്ലെയർ ഓൾറൗണ്ടർ ഞാൻ ബാറ്റ്സ്മാൻ അത് ഓൾറൗണ്ടർ ആണ് പറഞ്ഞു എല്ലാം തരൂല കേട്ടോ ഓൾറൗണ്ടർ എല്ലാവരും ഓൾറൗണ്ടർമാരാ ഇവിടെ എ.ബി. ഡിവിലിയേഴ്സിനെ കൊണ്ട് കളി ചെയ്യും ഏതാ അല്ല എ.ബി. ഡിവിലിയേഴ്സ് അല്ല മാക്സ്വെലിനെ കൊണ്ട് ഏതാ രണ്ടും പോവും ഓൾറൗണ്ടർ വിക്കറ്റ് കീപ്പർ പ്ലസ് അമ്പയർ എടാ അങ്ങട്ട് എടാ, ചെവി പോടാ സൽമാനെ ഒറ്റ ബുദ്ധി ഉണ്ടോ എടാ ഒറ്റ ബുദ്ധിയെ പക്ക കുതിരവിടൽ ടീമാണ് ഇവിടെ ഉള്ളത് വൻ കുതിരവിടൽ ടീമാണ് ഇവിടെ ഉള്ളത് അപ്പൊ എന്തായാലും നീ കളി തുടങ്ങിയിട്ട് കാണാം അപ്പൊ ഇവിടെ ടീം പേര് റിലീസ് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ ടീമിന്റെ പേരെന്താണ് പവർ ഫൈറ്റേഴ്സ് ഏതാണ് അപ്പൊ പവർ ഫൈറ്റേഴ്സ് എത്തിട്ടോ പവർ ഫൈറ്റേഴ്സ് എത്തി നമ്മുടെ ടീമിന്റെ പേര് അവഞ്ചേഴ്സ് കൂറ്റമ്പാറ മാറ്റണം കൂക്കലും ആക്ഷേപങ്ങളും ഒക്കെ ഞങ്ങൾ കേട്ടിക്കണം എന്തുകൊണ്ടാരോ കളി കഴിഞ്ഞിട്ട് കാണാം കളിയിലെ കാര്യം അത്രേ ഉള്ളൂ ഒന്നും പോയിട്ടില്ലേ എടാ അനക്ക് ടീം ഇട്ടിട്ടില്ല ടീം ഇട്ടിട്ടില്ല ആദ്യത്തെ ബോളർ മതി പറയണേ ബാറ്റിക്കാനാ അപ്പൊ ടീമൊക്കെ റെഡിയായി അപ്പൊ ടീംസ് ഫുള്ള് റെഡിയായി ഇനി നമുക്ക് മാച്ച് കഴിഞ്ഞിട്ട് കാണാം മക്കളെ ആരെ തപ്പണങ്ങള് പടക്കം ബഷീറാക്ക ഫാൻസ് ആണോ പടക്കം ബഷീറാക്ക കുട്ടിയൊക്കെ ഒരു ചാറ്റ് എടുക്കൂ അങ്ങനെ പടക്കം ബഷീറാക്ക കുറച്ച് ഫാൻസ് ഉണ്ട് ഇവിടെ അത് ഞാൻ എടുത്തേക്കാം മുത്തേ ചുക്ക് കാപ്പിയാണ് അത് മാത്രമേ കുടിക്കുള്ളൂ നിങ്ങൾ നമ്മളെ കൂടെ ഉണ്ടോ നമ്മളെ കൂടെ കളിക്കാനുണ്ടോ ഉണ്ടോ എന്നായിക്കോട്ടെ നമ്മൾ കൂട്ടോ കാരണം കുറച്ച് ആൾക്കാർ നമുക്ക് ആവശ്യമുണ്ട് 4 ലൈനിന്റെ അപ്പുറത്ത് നിന്ന് പന്തുകൾ ഇതാക്കാനുള്ളത് ഓക്കെ ഓൾ സെറ്റ് ഓക്കെ പന്ത് പൊന്തി പോകുമ്പോൾ പുറത്ത് പോകുമ്പോഴൊക്കെ ആരെ സഹായം വേണം നിങ്ങളെ സഹായം വേണോ നിങ്ങൾക്ക് തന്നെ അറിയാലോ ഓക്കെ താങ്ക് യു അപ്പൊ ഇവിടെ ഇപ്പൊ തന്നെ അടിയായിട്ടാ ഫാസ്റ്റ് ഇല്ല ഫാസ്റ്റ് വേണ്ട സ്പിന്ന് ഇതെന്താ ഇപ്പൊ പേര് പറ അപ്പൊ മിക്ചർ ഇസ് ദ സീക്രട്ട് ഓഫ് മൈ എനർജി എന്ന് പറഞ്ഞുകൊണ്ട് ഉബൈദ്ക്ക് അവിടെ കുറച്ച് മുട്ട മിച്ചറൊക്കെ വാങ്ങി തന്നിട്ടുണ്ട് പടക്ക സൽമാനും കുറച്ച് എന്താ ലേസ് പൂളപ്പൊടിയൊക്കെ വാങ്ങിയാണ്ട് എസ്ബിക്ക് തന്നുന്നുണ്ട് ഷെബിൽക്ക ഗ്ലൂക്കോസ് പൊടിയാണെന്ന് പറഞ്ഞ വ്യാജന അമൂല്യ പാൽപ്പൊടി ഇത് ഏതാ മൂടി മനസ്സിലാവുള്ളൂ പാൽപ്പൊടി ഇന്ന് ഗെയിമിൽ ഇറങ്ങണേ ടീമിന്റെ മെയിൻ മെമ്പേഴ്സ് ആണ് ടീമിന്റെ ഐശ്വര്യം എന്ത് കറുത്ത ഇത് പ്രത്യേക തരം നമ്മുടെ ടീമിന് ഉത്തേജകം തരാൻ ഇതെന്താ സാധനം ഇത് ഇവിടെ വേറെന്തോ വല്യെന്തോ അടിയാട്ടോ അവിടെ വല്യെന്തോ പ്രശ്നം തോന്നുന്നു അപ്പൊ guys, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം സ്റ്റാർട്ട് ലെറ്റ്സ് ഗോ നിഹാൽ റെഡി നിങ്ങൾ റെഡിയാണോ വരൂ പറയല്ലേ അപ്പൊ ഈ ജേഴ്സിന്റെ പിന്നിൽ എനിക്കൊരു കഥ ഉണ്ട് കേട്ടോ നാരായണൻകുട്ടി നായരേ അപ്പം എന്താ കഥ എന്ന് വെച്ചാൽ ഉബൈദ്ക്ക് ജേഴ്സിന്ന് വെച്ചപ്പോൾ ഞാൻ ഈ ജേഴ്സി എടുത്ത് കൊടുത്തപ്പോൾ എനിക്ക് ഒരുപാട് ഓർമ്മകൾ അയവർക്കേണ്ടി വന്നു. ഈ ജേഴ്സി എനിക്കുണ്ടല്ലോ RCB ടീമിൽ
ബോളിംഗ് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്ന ഗബ്രി എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് തന്ന ജേഴ്സിയാണ്. ഇത് വേറൊരു ചെറിയ ജേഴ്സി അല്ല. ഇതിന്മേ വിരാട് കോഹ്ലി മുതൽ എ ബി ഡി വില്ലേഴ്സ്, ഡെയിൽ സ്റ്റെയിൻ തുടങ്ങി ലോകോത്തര ഇന്റർനാഷണൽ ലെജൻസ് മൊത്തം സൈൻ ചെയ്ത് ഒരു 30 പ്ലേയേഴ്സ് സൈൻ ചെയ്ത് കിട്ടിയ ജേഴ്സിയാണ് ഈ ജേഴ്സി. അപ്പോൾ ഒരു ദിവസം ആവശ്യമാതണ്ട് ഈ സാധനം തോരട്ട് ഇത് വരുന്നേ ഇപ്പൊ വരും ഇത് വരുന്നേ. അപ്പം ഈ ജേഴ്സിന്റെ അയൽമ തോരട്ട് ഇങ്ങനെ കിടക്കണം. അതിന് ഞാൻ പോയിങ്ങാണ്ട് ആയിഷമാത്താനോട് ചോദിച്ചു, ആയിഷമാത്ത ആരാ തിരുമ്പി ചോദിച്ചു. അതിൽ ഇതിമേ ഫുള്ള് സൈൻ ആണ്, 30 ആൾക്കാരെ സൈൻ ഉണ്ട്. ഇതിമ എപ്പോഴും കാണാണ്ടാവും ഇതൊക്കെ സൈൻ ഉണ്ട്. നവദീപ് സൈനിന്റെ സൈന്, ഇത് വേറെ ഏതോ പ്ലെയർ, ചഹല്, കോഹ്ലി, ഇത് ഡിവില്ലിയേഴ്സ്, ഒരുപാട് ആൾക്കാരെ സൈൻ ഉണ്ട് കേട്ടോ ഇതിമേ. അപ്പൊ ഇത്രയും സൈനുള്ള ജേഴ്സിന്റെ ഒരു ദിവസം വെളുത്തുകനെ ഇരിക്കണേ. അതിൽ ഞാൻ ആയിഷമാത്തോണ്ട് ആയിഷമാത്ത ഇത് എന്താ പറ്റി ചോദിച്ചു. അതിൽ ആയിഷമാത്ത പറഞ്ഞേ ഇത് ആരൊക്കെയോ കുത്തി വരഞ്ഞിനി, ഞാൻ ഫുള്ള് ഒരച്ച് കളഞ്ഞേ പറഞ്ഞു. അത്രയും വിലപിടിപ്പുള്ള സൈന് മൊത്തം എന്താ ഇത് ആയിഷമാത്ത ഒരച്ചന് കളഞ്ഞു. അങ്ങനെ എൻ്റെ ഹൃദയഭേദകമായ ഇതിമെപ്പോഴും സൈൻ ഉണ്ട്. ലക്ഷങ്ങൾ വില വരുന്ന ജേഴ്സി ആയിഷമാത്ത എന്താ ഒരു ദിവസം 130 റുപ്യേൻ്റെ ലെവലിൽ ആക്കിയാണ് തിരിച്ചു വന്നു. അപ്പൊ ആ ജേഴ്സിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. എടാ തിരികൊളുത്തല്ലേ. അപ്പൊ നമ്മളെ മാച്ചിന് ടോസിങ് സെഷനാണ് നടക്കാൻ പോകുന്നത്. നമുക്ക് ടോസിങ് സെഷനിലേക്ക് കിടക്കാം. ടോസിടാ എടാ ടോസിടാ എടാ പന്തെടുത്തേക്ക് ചെങ്ങൈമാരെ അലംബോസ്കികളെല്ലാരും ഉണ്ടല്ലോ. എടാ കോയിനുണ്ടാ ചെങ്ങൈമാരെ പന്ത് കാണാത്ത പോലെ കാണിച്ചു കൊടുത്താ, പന്തും ബോളും കാണാത്ത പോലെ. ഓ കിട്ടേണ്ടത് കിട്ടി. തൽക്കാലം നിമ്മടാ അത് വേണ്ട, വേറൊന്നുമില്ല. ആളെ കുഞ്ചിട്ട് ചെയ്യാൻ സൽമാൻ ഫസ്റ്റ് അവർ നോട്ട് ഔട്ട് ഇട്ടാ. 5 മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാക്ടീസ് ബോൾ എറിഞ്ഞപ്പോ തന്നെ ഔട്ടായി. സൽമാൻ ഒറ്റയടിക്ക് ഔട്ടായി ഗ്രൗണ്ടിൽ നിലംപരിച്ചായി കിടക്കുന്ന സൽമാനാണ് നമ്മൾ കണ്ടത്. 5 മിനിറ്റോടെ ഔട്ടായിട്ടാ. ഇപ്പൊ ഇതാ ഏതാ വേണ്ടി ക്യാപ്റ്റൻ സാറോ? പക്ഷെ എനിക്കെന്തോ ഇത് എങ്ങനെ വന്നാലും ഒരു സൈഡിൽ അങ്ങനല്ല സറോ, അത് ഇങ്ങനെ ഇട്ടാ മതി. ചില്ലറ പൈസ ആരൊക്കില്ല. ലൈറ്റർ ഉണ്ട്, ഏതാ ഹെഡ് ഏതാ ടൈലോ ഇതെങ്ങനെ ഇട്ടാ മതി അറിയോ? എങ്ങനെ ഇട്ടാ മതി റസറോ? ഫുള്ള് ഇങ്ങോട്ടൊക്കെ പിമ്പിരിയാക്കി ഇട്ടാ മതി. ഫസ്റ്റ് ബാറ്റിംഗ് എനിക്ക് തന്നില്ല, ഞാൻ പിണങ്ങി ടൈലറിന്റെ ഫുൾ ബ്ലാക്ക്, ടൈലറിന്റെ ബ്ലാക്ക് ഇട്ടോ, സ്വിച്ച് ഇല്ലാത്ത ഫുള്ള് തിരിച്ചോ പിമ്പിരിയാക്കി ഇട്ടോ. ആയി തിരിഞ്ഞിട്ടില്ല. ഞാൻ തന്നെ പറഞ്ഞു വാങ്ങിയെടുക്കേണ്ടി വന്നു പണ്ടാറടങ്ങി ആകെ. ഞാൻ ഹെഡ് വിളിച്ചോ, ഹെഡ് ഞാൻ വിളിച്ചു ഇടുമ്പള വിളിക്കാ. അല്ല ഞാൻ എന്നാ ഒന്നുകൂടി ലാസ്റ്റ് ഓർഡർ മതി. ഒരു നാണയത്തൊട്ട് ആരെടുത്തില്ലേ ഈ സാധനം നല്ല പിമ്പിലേക്ക് ഇടാൻ പറ്റുമെങ്കിൽ അടക്കടക്ക നിക്ക് തിരിയണിങ്ങളാ കളിക്കാം. പോരി ആയിക്കോട്ടെ നമുക്ക് ബാറ്റിംഗ് ഗൈസ്, നമുക്ക് ബാറ്റിംഗ് എടാ കുതിരാളെ ബാറ്റിംഗ് കിട്ടിട്ട് ബോളിംഗ് യൂസ് ചെയ്താ. എടാ അസറോ ഇവിടെ എന്താറിയോ, ഒരുപാട് ആൾക്കാരുണ്ട് ബാറ്റിംഗ് കിട്ടൂല, അതായത് ടൈം എടുക്കും. ഇപ്പൊ നമ്മള് ഫുൾ എനർജി ആ പോസ്റ്റിന്റെ സെന്ററിന്റെ കമ്പില്ലേ അവിടുന്ന് 6 കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് മാച്ച് സ്റ്റാർട്ട് ചെയ്യാം. മാച്ച് ചിലപ്പോൾ സ്ട്രീം ചെയ്യാൻ പറ്റണമെന്നില്ല, എന്നാലും നമുക്ക് വിശേഷങ്ങൾ കാണാം. ബോളിംഗ് പാജി കേട്ടോ, നോ ബോളല്ല ബൗൺസ്. നോ ബോളാ ബൗൺസ്. ഒരു 3 ഓവർ കഴിഞ്ഞ ഫീൽ കിട്ടും. കണ്ടോണ്ടി ബൗൺസർ
നമ്മള് കളിക്കാൻ ഇറങ്ങിയിരുതി ആകെ സീനായി തോന്നുന്നു. ചങ്ങന്മാരാ കുടിച്ചൂടനോ അപ്പൊ പേടി. ഓ ബോളിംഗ് ബോളിംഗ് എടാ എടാ ഫീൽഡിക്ക് കേറിയില്ല കേട്ടോ. ആ വേറെ ബാക്കിൽ നിങ്ങൾ പറമ്പോ ചിയർ ഗേൾസിന് റൂൾസ് ഉണ്ട്, അതറിയാതെ ചിയർ ഗേളാവുക. നായ്ക്കളോട് ആ കലമ്പാക്കി ടർഫ് ഇട്ട ജേഴ്സി കൊണ്ടാണ് ഈ കോഹ്ലിയായിട്ട് ഒരു ബന്ധമില്ലാത്ത എറിയുന്നത്. ബോളിംഗ് ആണില്ല. അനക്കത് കിട്ടേണ്ടത് എനിക്ക് അത് ചെവി കിട്ടിയല്ലേ നല്ല സുഖം. ഔട്ട് വിട്ടോ ആള്. നിങ്ങൾക്ക് സ്റ്റെമ്പ് കവർ ഉണ്ട്, കണ്ണും കാണില്ല. ഒന്ന് മാറ്റി വെക്കടാ കുന്തം കുറച്ചേക്കണം. കീപ്പർ എന്നാ പരിക്കാവണല്ലോ, എന്തൊരു കഷ്ടം. അങ്ങനെ 2 ക്രിക്കറ്റ് മാച്ച് നമ്മൾ കളിച്ചത്. അതിൽ ഒന്നൊരു ജയിച്ച്, ഒന്ന് നമ്മൾ ജയിച്ച്. വാശിയേറിയ മത്സരം. ഫസ്റ്റ് കളിയിൽ നമ്മൾ നിരുപാധികം തീർത്ത് പൊട്ടി. രണ്ടാമത്തെ കളിയിൽ നമ്മൾ ഒടുക്കത്തെ തിരിച്ചുവരവ് നടത്തിയ പോലെ അടർത്തി പൊട്ടി. മൂന്നാമത്തെ കളിയിൽ നമ്മൾ 2 ഓവറിൽ 37 റണ്ണൊക്കെ അടിച്ച് നിൽക്കുമ്പോഴാണ് കളി നിർത്തേണ്ടി വന്നത്. പന്ത് പൊട്ടിയിട്ട് ഇപ്പോൾ ഫുട്ബോളാണ് നടക്കുന്നത്. ലെഫ്റ്റ് വിങ്ങിൽ ഓടിക്കൊണ്ടിരിക്കുന്ന മൗഗ്ലിയൻ ടാർസൺ സഫ്വാൻ മണാലി. ബാക്കിൽ നിന്നും നെഞ്ചത്തൊരുതി സപ്പോർട്ട് കൊടുക്കുന്നത് സുഹൈൽ ബിയോൺ ട്രാവൽ. ബാക്കിൽ ദുബായ് ഏതോ ക്ലബ്ബിൽ കളിക്കണമെന്ന് വ്യാജേന നാട്ടിൽ വന്ന് കളിക്കുന്ന ജസീം. സഫ്വാൻ കണ്ടൊരു നല്ല ബോൾ, ഒരു ഹൈ ബോൾ ആയിരുന്നു അത്. അവിടെ കുപ്പി പന്തിനോട് അടുത്ത് ചേർന്നു, പക്ഷേ ഇതൊരു ഔട്ട് ബോൾ ആയിരുന്നു. ഹർഷിയുടെ 1 ടച്ച് പാസ്. മണ്ടൻ സൽമാന്റെ ഒരു അന്തമുട്ട പാസ്. അവിടെ പന്ത് പൊട്ടിത്തെറിച്ച് കളഞ്ഞിരിക്കുന്നു സൽമാൻ എന്ന മണ്ടൻ. അവിടെ ആകെ മൂന്തി കുത്തി അടപടലം വീണ് മറ്റ് പ്ലെയറിനെയും കൂടി ശല്യപ്പെടുത്തിയിരിക്കുന്നു സൽമാൻ. ഇതാണ് കളിച്ചില്ല, കളിച്ചാൻ കൊടുക്കൂല. ജിംഷാദിന്റെ ഒരു നല്ല ഇന്റർഫിയർ. ഓ ഒരു ബാക്ക് ഹീൽ പാസ്. ഓ വീണ്ടും സൽമാന്റെ ഒരു ബാക്ക് ഹീൽ പാസ്. ഷാന് ബാക്കിൽ ശ്രമിച്ചു കിട്ടുന്നില്ല. മൊട്ടയുടെ ഒരു നല്ല പാസ്. നിയാലിന്റെ ഒരു ഇന്റർസെപ്ഷൻ. അജുദ് വെറുതെ പന്തിന് പിന്നാലെ പടി ആക്ഷൻസ് കൊടുക്കുന്നു. മണാലിയുടെ അജുവദിന്റെ ഒരു കിടിലൻ ഗോൾ. ക്രിക്കറ്റിൽ തോൽവിയാണെങ്കിലും ഫുട്ബോളിൽ അജുവദ് ഒരു ഫുട്ബോളിൽ അജുവദ് ഒരു വിജയമാണെന്ന് അറിയിക്കുന്നു. രണ്ട് കളി നമ്മൾ ജയിക്കുകയും 2 കളി ഇവരുടെ ടീം തോൽക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഓ ഒരു കിടിലൻ ഷോട്ട്, പക്ഷെ പുറത്തേക്കായിരുന്നു. മഴ പെയ്യുന്നത് കൊണ്ട് കമന്റേറ്ററും വീഡിയോഗ്രാഫറും ഈ കളിയിൽ നിന്ന് വിരമിക്കുകയാണെന്ന് അറിയിക്കുന്നു. അപ്പം മഴ പെയ്ത് കഴിഞ്ഞാൽ ഇതെന്നെ വളരെയധികം ബാധിക്കും. കാരണം എനിക്ക് നാളെയും മറ്റന്നാളും 30, 31 ഒക്കെ പരിപാടികളുണ്ട്. 1, 2, 3 ഒക്കെ പരിപാടികളുണ്ട്. എനിക്ക് പരിപാടികൾ അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനാൽ ഈ കളിയിൽ നിന്നും ഈ വ്ളോഗർ വിരമിച്ച കാര്യം നിരുപാധികം വ്യസന സമയത്ത് എല്ലാവരെയും അറിയിച്ചുകൊള്ളുന്നു. എന്നാലും കളി അവസാനിക്കുന്നില്ല. ഇവിടെ നല്ല അന്തരീക്ഷത്തിൽ കളി നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ബാക്കി പെരെ ചെന്നിട്ട് ഇക്കൊന്നും പറയല്ലേ ബുദ്ധിയില്ലാത്തവരോട്.
ഇതെന്തടാ മറ്റേ രാജ്യം വിടുന്ന ടീമാ. അപ്പൊ ആ രാജ്യങ്ങളില് രാജ്യം മാറിപ്പോണ ആൾക്കാർ ഇങ്ങനെ വണ്ടിനുള്ളിൽ കിടന്നൊക്കെ പോവാ. ഇപ്പൊ തടുപ്പിച്ചോട്ടെ നിർത്തി. ജാസി മൊട്ടില്ലെങ്കിലേ 15 കയറി. ജാസി 12 ബോളോന്റെ പോസ്റ്റ് കയറി 12 ബോൾ. എസ്ബിക്കാന്റെ ബർത്ത്ഡേ ഉണ്ടാ. എസ്ബിക്കാന്റെ ബർത്ത്ഡേ ആണ്. അടിച്ചണ്ടാ. പാവുണ്ട് അടിച്ചല്ലേ. ആ കടിച്ചാ മതി, അടിച്ചണ്ട. അതാ പറഞ്ഞു. 30 നിറവിൽ 30 വയസ്സ് നിറഞ്ഞേക്കുമ്പോൾ നമ്മുടെ യൂട്യൂബ് പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? ഈ 30 നിറവിൽ പ്രായം 29 ആണെങ്കിലും സീന നിന്റെ നാട്ടിലാണ് പരിപാടിയൊക്കെ റബ്ബേ. നാളെ ഇന്നത്തെ നാട്ടിൽ വരിക. SBK കയ്യൊന്നിച്ചാൻ പോയിട്ടുണ്ട്. എന്താണ് പറയാനുള്ള ഷാനക്ക്? അർഷിനെ ഇപ്പൂന് ലാസ്റ്റ് ബർത്ത്ഡേ കൊണ്ടുപോയോണ്ട് SBKനും സെയിം സ്ഥലത്തേക്ക് തന്നെ കൊണ്ടുപോകണം. അർഷിക്ക് എന്താ പറയാനുള്ളത്? എനിക്ക് 8000 ബില്ലേക്ക് കൊണ്ടുപോകണം. സൽമാനെ എനിക്ക് വെറുതെ ഇരിക്കണ ഇഷ്ടല്ല. നായി കൊടുക്ക, നേരെ കൊടുക്ക. സൽമാനെ അടിക്ക് വെച്ച് കൊടുക്കണ്ട. ആ പോണ പ്രാന്തന്മാരട്ടെ വിലക്ക് എല്ലാവരും പോവാ. അപ്പം ജിംഷാദ് ഖാന്റെ ചോര നീരായിട്ടുണ്ട്. ഞാൻ അപ്പളേ പറഞ്ഞതാണ് ഇവിടെ അധികം നയിച്ചാൽ നിൽക്കണ്ട, ഇവിടെ 800 റുപ്യന്റെ നയിപ്പുള്ളൂ. എനിക്ക് എൻ്റെ പണി എനിക്ക് അതിലേറെ പൈസ ഉണ്ടാക്കി തരും. ആ പണി കളയരുതെന്ന്. ഏത് അല്ല വണ്ടി എടുത്തോണ്ട് എന്റെ വണ്ടി ഞാൻ എടുത്തോണ്ട് അന്ന് എനിക്ക് വിരല് പിടിച്ചു എന്തേലൊക്കെ ചെയ്യണം. അപ്പുറത്തിരിക്ക. അപ്പം നമ്മളെല്ലാരും പോവുകയാണ്. ഇതാ അന്തേവാസി സംഘം, അനധികൃതമായ രാജ്യം കിടക്കുന്ന ഒരു പറ്റ ആൾക്കാർ കേട്ടോ. ഏതെങ്കിലും ചെറിയ ഹോട്ടലിൽ പോ, അത്രയും ആളില്ലേ. അകമകലൊക്കെ SBKന്റെ വട വരും. പോന്നോയ്ക്ക് അങ്ങോട്ടുണ്ട്. ഷാനു അജുവതിന്റെ ഗോളൊക്കെ എന്റെ മോനെ മയവില്ലേന്. അജുവതോടെ ഇതാ ജന്മദിനപ്പം മുറിക്കുവാൻ സമയമായി. എടാ നിലത്ത് കിടലിട്ടോ, ഇത് മുളക്കി പോകും ഇങ്ങോട്ട്. വീട്ടാ നിറങ്ങി വരലട്ടാ. കിങ് ഓഫ് കോട്ടക്കലിലെ രാജവംശ കുടുംബം. എന്ത് പണിയാമത്തെ കോട്ടക്കൽ രാജകുടുംബത്തിൽപ്പെട്ട SBK അവറുകളുടെ വിവാഹ വാർഷിക 30ാമത്തെ ജന്മദിനാശംസകൾ നേരുന്നു. 42ാം ബർത്ത്ഡേ ആഘോഷിക്കുന്ന നമ്മുടെ സ്വന്തം SBK 34 പറയട്ടാ വിശ്വസിക്കുന്ന 34 അപ്പൊ കറക്റ്റ്. ഈ വർഷം 34ാം ബർത്ത്ഡേ ആഘോഷിക്കുന്ന SBKക്കും ഭാര്യ ഷൈബക്കും കല്യാണം കഴിഞ്ഞ 34 എടാ ലേറ്റർ അടിക്കരുത് അതിന്റെ ഇടയ്ക്ക് പ്ലീസ്. കാണാൻ വയ്യ.
പടക്കൊന്നും വേണ്ട. ബാസിൽ ഇവിടെ അല്ല, ഞാൻ നന്നായി അല്ലെ ആകത്ത് കൂടി തടഞ്ഞു. ബാസിൽ ഇപ്പൊ വരുന്നില്ലേ? ഇതൊന്നും പറ്റില്ല, ബാസിൽ പോയിട്ട് ബാസിൽ വരണ്ട സ്പീക്കർ. ബാസിൽ ഇതൊന്നും പറ്റില്ല. ആ ഓന്റെ ഫസ്റ്റ് നൈറ്റിന്റെ ഇടയിൽ ഇങ്ങോട്ട് വരാം. ജോസു ഫ്രം ചെമ്മാട് ജോസിന്റെ തലയിൽ എന്തോ കത്തി കഴിക്കാൻ കൊടുത്ത അന്ന് വെട്ടത്തിന്റെ വെട്ടണേ. അപ്പൊ എന്തായാലും ജന്മദിനപ്പം മുറിക്കുമ്പോ കാണാട്ടാ. ഫ്ലാഷ് അടിക്കി ഫുഡ് വേസ്റ്റ് ആക്കണ്ട ഫുഡ് വേസ്റ്റ് ആക്കാൻ പാടില്ല. മോത്താക്കാൻ പറ്റും പ്ലീസ്. എല്ലാരും ഇന്നെ പറയുന്നില്ല. ആരെന്ത് ചെയ്താലും വ്ളോഗിൽ ആരെന്ത് കുതിര വിട്ടാലും അവസാനം എന്റെ തലേക്കാ വരില്ല. അതുകൊണ്ട് ഞാൻ പരമാവധി തടുത്ത് എന്തേ കോട്ടർമന മിക്സ് ചെയ്ത് തന്നാ എന്തേ കേക്കൊക്കെ പതിയും കൂട്ടി അടിച്ചെന്നോ? അങ്ങനെ ഒരു ചെങ്ങായി അവിടെ സോപ്പും പൊടി കൊടുത്തിരിക്കണ ഓരോരുത്തർക്ക്. അപ്പം എന്തായാലും നമ്മളെ പരിപാടികൾ കഴിഞ്ഞു. കൂടുതൽ ഡീറ്റെയിൽസും വിവരങ്ങളൊക്കെ ആയിട്ട് അടുത്ത വ്ളോഗിൽ നമ്മൾ വരുന്നതാണ്. ഇതിന്റെ പുറകിൽ ബാസിലിന്റെ വെഡിങ് ഷൂട്ട് നടത്തിയ വ്ളോഗും കാര്യങ്ങളൊക്കെ കൊച്ചിയിൽ നിന്ന് വന്നതാണ്. ഇവിടെ ഒരു ടർഫിനും ഒരു എൻഗേജ്മെന്റും അല്ല നിക്കാവും കൂടാൻ വേണ്ടി പാവം വന്നാണ്. 4 ദിവസമായി നമ്മളെ കൂടെ ഉണ്ടായിരുന്നു. അപ്പം എന്തായാലും കൈയൊക്കെ പോയി. അപ്പം എന്തായാലും അടുത്ത കളിയിൽ അടുത്ത ടർഫിൽ വന്നിട്ടുണ്ടാവും പൊട്ട്. അടുത്ത വ്ളോഗുമായി പ്ലീസ് അടുത്ത വ്ളോഗുമായി മറ്റൊരു വ്ളോഗിൽ കാണാം. ബൈ ബൈ. എല്ലാവരും പറ്റുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.